ദിലീപിന്റെ അവസാന 3 പടത്തിന്റെ OTT അവകാശം ആരും വാങ്ങിയില്ല. പുതിയ സിനിമയുടെ VFX സൂപ്പർവൈസർക്കെതിരെ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് പാർത്ഥിബൻ. 100 കോടി ക്ലബ്ബ് നേട്ടം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്വന്തമാക്കിയത് ഏത് സിനിമാ മേഖലയെന്ന് നോക്കാം. കോടി ക്ലബ്ബ് നേട്ടം ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്വന്തമാക്കിയത് ബോളിവുഡ് ചിത്രങ്ങളാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രവും മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രവും തമ്മിൽ നീണ്ട 22 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. മലയാള സിനിമ പുലിമുരുകനിലൂടെ ആദ്യമായി 100 കോടി ക്ലബ്ബ് നേട്ടത്തിൽ എത്തുന്നതിന് 9 വർഷത്തിന് മുൻപ് തമിഴ് സിനിമ ആ നേട്ടത്തിലെത്തിയിരുന്നു. രജനീകാന്താണ് തമിഴ് സിനിമയിൽ ആദ്യമായി 100 കോടി ക്ലബ്ബ് എത്തിച്ച നായക നടൻ. ശങ്കറിന്റെ സംവിധാനത്തിൽ 2007 പുറത്തെത്തിയ ആക്ഷൻ ചിത്രം ശിവാജി ദ ബോസ് ആണ് കോളിവുഡിൽ ആദ്യമായി 100 കോടി ക്ലബ്ബിൽ പ്രവേശിച്ചത്. മറ്റ് പ്രധാന താരങ്ങളായ വിജയ്, അജിത് കുമാർ എന്നിവരെക്കാളൊക്കെ ആദ്യം 100 കോടി നേടിയത് കമൽഹാസനാണ്. KS രവികുമാറിന്റെ സംവിധാനത്തിൽ 2008 പുറത്തെത്തിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം ദശാവതാരമാണ് കമലിന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് ചിത്രം. ഏറെ ആരാധകരുള്ള താരങ്ങളായ അജിത് കുമാറും സൂര്യയും 2011 ആദ്യമായി 100 കോടി ക്ലബ്ബിൽ എത്തി. വെങ്കിട്ട് പ്രഭുവിന്റെ രചനയിലും സംവിധാനത്തിലും എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം മങ്കാത്തയാണ് അജിത് കുമാറിന്റെ ആദ്യ 100 കോടി ചിത്രം. സൂര്യയുടെ ആദ്യ 100 കോടി ചിത്രം 2011 പുറത്തെത്തിയ സയൻസ് ഫിക്ഷൻ മാർഷൽ ആർട്സ് ചിത്രമായ ഏഴാം അറിവാണ്. AR മുരുകദോസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും. ആരാധകരുടെ കാര്യത്തിൽ നിലവിൽ 1ാം സ്ഥാനത്തുള്ള വിജയ്ക്ക് കരിയറിൽ ആദ്യമായി ഒരു 100 കോടി ക്ലബ്ബ് ചിത്രം ലഭിക്കുന്നത് 2012 അതും AR മുരുകദോസിന്റെ രചനയിലും സംവിധാനത്തിലുമുള്ള ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ ചിത്രം തുപ്പാക്കിയാണ് അത്. അതേസമയം 2024 എത്തി നിൽക്കുമ്പോൾ 600 കോടി മറികടന്ന 3 ചിത്രങ്ങൾ കോളിവുഡിനുണ്ട്. നടൻ എന്നതിനൊപ്പം സംവിധായകനായും തിളങ്ങിയിട്ടുള്ള തമിഴ് താരമാണ് രാധാകൃഷ്ണൻ പാർത്ഥിബൻ. ഒറ്റച്ചെരുപ്പ്, സൈസ് 7 അടക്കം സംവിധാനം ചെയ്ത നിരവധി ചിത്രങ്ങൾ വലിയ പ്രേക്ഷക പ്രീതിയും ഒപ്പം പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ടീൻസ് ജൂലൈ 12 തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ VFX കരാർ നൽകിയ സ്റ്റുഡിയോയ്ക്കെതിരെ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് പാർത്ഥിബൻ. ടീൻസ് എന്ന ചിത്രത്തിന്റെ VFX ജോലികൾ പൂർത്തീകരിക്കാനായി കോയമ്പത്തൂരിലെ റിയൽ വർക്ക് സ്റ്റുഡിയോയുമായി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കരാറിൽ ഒപ്പിട്ടിരുന്നെന്നും എന്നാൽ അവർ പറഞ്ഞിരുന്ന സമയത്ത് ജോലി പൂർത്തീകരിച്ചില്ലെന്നുമാണ് പാർത്ഥിബന്റെ പരാതി. 42 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയിരുന്നെന്നും ഫെബ്രുവരി 10 20 ജോലികൾ പൂർത്തീകരിച്ച് നൽകാമെന്നുമായിരുന്നു കരാറെന്നും പാർത്ഥിബന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അത് സ്റ്റുഡിയോ ഉടമ ശിവപ്രസാദ് വേലായുധൻ പാലിച്ചില്ലെന്നും ഈ പരാതിയിന്മേൽ കോയമ്പത്തൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം പാർത്ഥിബനെതിരെ ശിവപ്രസാദ് വേലായുധൻ ചെന്നൈയിലെ സിവിൽ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ടീൻസ് എന്ന സിനിമയുടെ വിഷ്വൽ എഫക്ട്സ് ഞങ്ങളാണ് ചെയ്തത്. ലിയോ, മാസ്റ്റർ, വിക്രം അടക്കം നിരവധി ചിത്രങ്ങളും ഞങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ടീൻസിലെ നിരവധി രംഗങ്ങൾക്ക് VFX ചെയ്യേണ്ടിയിരുന്നു. ജോലിഭാരം കൂടുതലായതുകൊണ്ടായിരുന്നു പണി സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. പോലീസിന്റെയും പാർത്ഥിബന്റെ സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്ന് ഇതിനായി സമ്മർദ്ദമുണ്ടായിരുന്നു. VFX ജോലികൾ 32 ലക്ഷം രൂപയ്ക്ക് മറ്റൊരു സ്ഥാപനത്തിന് ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു. 3 മാസമായി എൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നായിരുന്നു ശിവപ്രസാദ് പറഞ്ഞത്. ശിവപ്രസാദിന്റെ പരാതി 9-ാം തീയതി കോടതി പരിഗണിക്കും. മലയാള സിനിമകളുടെ OTT അവകാശം വാങ്ങുന്നതിൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പിന്നോട്ടാണ്. പഴയ പോലെ ഹിറ്റ് ചിത്രങ്ങൾ പോലും എടുക്കാൻ വൈകുകയാണ് OTTക്കാർ. ഒപ്പം പ്രമുഖ താരങ്ങളുടെ അടക്കം ചിത്രങ്ങളുടെ OTT അവകാശം നേരത്തെ വിറ്റുപോകുന്നില്ല. OTT വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ സാക്ഷ്യമാണ് നടൻ ദിലീപിന്റെ അവസാനത്തെ 3 ചിത്രങ്ങൾ. OTT വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ സാക്ഷ്യമാണ് നടൻ ദിലീപിന്റെ അവസാനത്തെ 3 ചിത്രങ്ങൾ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമും വാങ്ങിയില്ലെന്നത്. ദിലീപ് അഭിനയിച്ച പവി, കെയർടേക്കർ, ബാന്ദ്ര, തങ്കമണി എന്നീ ചിത്രങ്ങളുടെ OTT റിലീസ് സംബന്ധിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇവയുടെ തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് മാസങ്ങളായി. ദിലീപിന്റെ മാർച്ചിൽ ഇറങ്ങിയ തങ്കമണി ഏപ്രിൽ മാസത്തിൽ OTTയിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്ന് അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നില്ല. ഈ ചിത്രം പോലെ തന്നെ പവി, കെയർടേക്കറും ബാന്ദ്രയും ഇതുവരെ OTT ഡീലുകൾ ഒന്നും ഉറപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ബാന്ദ്ര എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ചിത്രം എത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും ചില സൈറ്റുകൾ നൽകിയിരുന്നു. എന്നാൽ ചിത്രം ഇതുവരെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ലഭ്യമായിട്ടില്ല. തിയേറ്ററിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയ ചിത്രങ്ങളാണ് ഇവ 3.
അതിനാൽ തന്നെ സുരക്ഷിതമായ ഒരു ഡീൽ ലഭിക്കാത്തതാണ് ചിത്രത്തിന്റെ OTT റിലീസ് വൈകാൻ കാരണമെന്നാണ് സൂചന ലഭിക്കുന്നത്. മലയാളത്തിലെ വൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് തന്നെ വളരെ വിലപേശലുകൾക്ക് ശേഷമാണ് OTT അവകാശം വിറ്റതെന്നാണ് വിവരം. അതേസമയം ദിലീപിന്റെ D150 അടക്കം പ്രൊജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം.